സോറി നമ്മളെ യൂഷ്വൽ മേടിക്കുന്ന കട ഇതല്ല, അവിടെയാണ്. പക്ഷെ ആ കട അടച്ചിട്ടേക്കുന്നതാണ് നമ്മൾ ഇന്ന് മേടിച്ചത്. ഈ കാണുന്ന കടയിൽ നിന്നാണ്. കാര്യം ചെയ്യണം. ഹായ് ഗൈസ്, വെൽക്കം ടു അവർ വ്ലോഗ്. ദിസ് ഈസ് മീ ജോമി ആൻഡ് നിർമ്മൽ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈവനിംഗ് ഒരു മിനി വ്ലോഗ് പോലെ ചെയ്യാന്ന് വിചാരിച്ചു. മിനി വ്ലോഗ് മീൻസ് ഇപ്പോൾ സമയം 4 o'clock ആകുമ്പോൾ ഞങ്ങള് സാധാരണ 3 മണിക്ക് ചായ പിടിച്ചിട്ട് 3:30 ആകുമ്പോൾ കടിയിൽ നിന്ന് ഈവനിംഗിൽ എല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന സമയമായിരിക്കും. ആക്ച്വലി ഞങ്ങൾ ലേറ്റ് ആണ്, 4 മണിയാകുമ്പോൾ ഞങ്ങൾ കടി മേടിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു 4 o'clock ടു ഞങ്ങൾ നൈറ്റിൽ നിന്ന് ഉറങ്ങണ വരെയുള്ള ഒരു വ്ലോഗ്, ഒരു മിനി ഈവനിങ് ബ്യൂട്ടി വ്ലോഗ് അല്ലേ ചെയ്യാം. അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ചെറിയ കാര്യമുണ്ട്, നിശ്ചയം 5 മണിയാകുമ്പോൾ വർക്കിന് പോകുള്ളൂ. അപ്പം ഞാനായിരിക്കും ഒരു 5 o'clock ടു 8:30 അല്ലേ 8:30 9 o'clock വരെ ഞാനും പിള്ളേരും അമ്മച്ചി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് റിച്ചാൻ ഇല്ലാണ്ട് ഞങ്ങൾക്ക് എന്ന് പറയുന്നത് എൻ്റെ മാതാവേ വൻ സീനാണ് കഴിച്ചു വിടാം. റിച്ചാനാണ് രണ്ടെണ്ണത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അമ്മച്ചി എന്തെങ്കിലും ചെയ്യും, ഞാൻ എന്തെങ്കിലും ചെയ്യും, അങ്ങനെയൊക്കെ ഓരോ കാര്യമാണ്. പക്ഷേ സംഭവിക്കാൻ പോണ എന്താണ്, ജോ പിള്ളേരിന്ന് സ്കൂട്ടായി അമ്മച്ചിനെ ഏൽപ്പിച്ചിട്ട് ജോ എടുത്ത പണിയെല്ലാം ചെയ്യും. ജോ അതാണ് പോയിട്ട് വേണോ എനിക്ക് പണിയാണ്, ഞാൻ തുണി വരെ വിരിച്ചിട്ടില്ല. അപ്പൊ ഗൈസ്, അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മള് സാറ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണേണ്. അപ്പൊ സേരമോൾ ഇപ്പൊ ഉറങ്ങിയിട്ടില്ല. സേരമോള് മാത്രം ഉറങ്ങിയിട്ടില്ല, സൈക്കുട്ടനെ ഉറങ്ങി. സേരയുടെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ പോകുന്നത് ഈവനിങ് കടി മേടിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചായ വെച്ചിട്ട് അത് കുടിച്ചും കഴിച്ചും ഞാൻ എന്ത് ചെയ്യും. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അപ്പൊ കാണാം. ഗൈസ്, ഞങ്ങൾ ഈവനിങ് ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ പോകും ഗൈസ്. അപ്പൊ നമ്മൾ ഈവനിങ് സ്നാക്സ് മേടിക്കാൻ വേണ്ടി വന്ന പോലെയാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ വന്നു. നമ്മൾ ആസ് യൂഷ്വൽ മേടിക്കുന്ന ഒരു ഷോപ്പുണ്ട്, ഒരു കുഞ്ഞ് കടയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ആണ് ഈ കടികൾ. അപ്പോൾ ഇവിടെ കുറേ കടിക്കടയാണ്. എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടം ഇവിടെ കടി തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കടിക്കടയിൽ നിന്ന് അടച്ചിട്ടേക്കണേ. കാരണം നമ്മൾ യൂഷ്വൽ മേടിക്കുന്ന കടയാണ്, പക്ഷേ ഈ കടിക്കടയും സൂപ്പറാണ് ഗൈസ്. നമ്മൾ പാപ്പം മേടിച്ചു അല്ലേ? പാപ്പ എന്ത് ചോദിക്കും, പാപ്പ പറ. പാപ്പ സേറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഈവനിങ് കടി. സൈനും ഇഷ്ടമാണ്. സൈ ഇപ്പോൾ ഉറക്കം ആയതുകൊണ്ടാണ് നമ്മൾ സേറിനെ കൊണ്ടുപോയത്. ഇല്ലെന്നാണെങ്കിൽ സൈ ആയിരിക്കും വന്നത്. സൈ സമ്മതിക്കത്തില്ല. തിരിച്ച് സേറ ഈ അഞ്ചേ പിന്നെ ഈവനിങ് എന്തൊക്കെ കടി വാങ്ങിച്ചത് നിങ്ങളെ കാണിച്ചെന്നില്ലല്ലോ. ഈവനിങ് എന്തൊക്കെ കടികൾ വാങ്ങിച്ചു നിങ്ങളെ കാണിച്ചു തരാം. സേറ 3 പേർക്ക് കടിയാണ് ഈ കിറ്റ്. എല്ലാ പിള്ളേരും ഉണ്ട്. ചൂടാണ് കഴിച്ചതാ ഞാൻ ഇങ്ങനെയൊക്കെ ഇടുന്നത്. നല്ല തിളച്ച സാധനം കിട്ടണമെങ്കിൽ ദേ ഇങ്ങ് ഫോട്ടോ വെച്ചിലേക്ക് പോര്. ഈവനിങ് കടി തിന്നണമെങ്കിൽ ഹായ് സേറയുടെ ചിരി കണ്ട. ഇവിടുത്തെ മെയിൻ സേറ ചൂടാടി. ഇവിടുത്തെ മെയിൻ സാധനം എന്ന് പറയുന്നത് പഴംപൊരിയാണ് ഗൈസ്. എല്ലാവർക്കും പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അതെ, പിന്നെ ഉണ്ടംപൊരി, സമൂസ, നെയ്യപ്പം. സമൂസ 2 മേടിച്ചു ഗൈസ്. പിന്നെ സുഗി ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതേ പഴംപൊരിയാണ് ഇവിടുത്തെ മെയിൻ ആയില്ലേ ഗൈസ്. ഇതൊക്കെ ഇനി ഞങ്ങൾ വൈകുന്നേരം തിന്ന് തീർക്കണം ഗൈസ്. ചേരാമ്മ തരാന്ന് പറഞ്ഞ സുഗിയൻ ഇങ്ങനെ ഇരിക്കും. സുഗിയൻ കാണാത്തവർക്കായി സൂപ്പറാണ്. സമൂസ സൂപ്പർ. കുത്തിരുന്ന് പ്ലേറ്റ് ഒക്കെ കാലിയാക്കുന്നുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട്? ഗംഭീരം. ഞാനായി പറഞ്ഞത് സുഖീനും എല്ലാവരും ഞാനാ കഥയും
ഗൈസ് എന്റെ കടി എന്റെ സംഭൂസ ഇവിടെ തിന്നിരുത്ത് ആക്ച്വലി ഞാൻ സുഖീനും നെയ്യപ്പം മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജോ നീ ഇവിടെ നീ എപ്പോഴും ഇങ്ങനെ ജോ ഇപ്പോഴും ഇങ്ങനെ 2 കടി പറയും 10 കടി തിന്നും. 10 കടി തിന്നില്ല ഗൈസ്, ആകെ ഉണ്ടായില്ല 10 കടി. 2 കടി ജോ പറയും എനിക്ക് പരിപ്പടയും പഴംപൊരിയും മതി എന്ന് പറയും. പക്ഷെ തിന്നതാ മേടിക്കണെങ്കിൽ ഞങ്ങൾക്ക് മാത്രം 2 കടി, എനിക്ക് 1 അടി അമ്മച്ചിക്ക് 1 അടി, ബാക്കിയൊക്കെ ജോട ഈ വൈറ്റി പോകും. എനിക്ക് അടി ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് എപ്പം ഫുഡ് കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വൈകുന്നേരത്തെ കടി നിർബന്ധം. ദേഷ്യമൊക്കെ വരും. 3 മണിയാകുന്നോണ്ട് ചെറിയ കടി തീർന്ന് പോകും, പോയി മേടിച്ചിട്ട് വരാം നമുക്ക് പോയി പറയും. അത് ഇനിയിപ്പൊ വൈകിട്ട് വിശന്നില്ലെങ്കിലും ഒരു 7 മണിയാകുമ്പോ പോയി കടി മേടിച്ചിട്ട് ജോ അടങ്ങും. അതിപ്പോ നൈറ്റ് ഫുഡ് കഴിക്കാൻ ഒരു 8:30 നമ്മൾ കഴിക്കും, നമുക്കൊരു ഉറപ്പുണ്ടല്ലോ. അപ്പൊ വേഗം ഒന്ന് പണിയൊക്കെ തീർത്ത് 8:30 ഭക്ഷണം കഴിച്ചാൽ. പക്ഷെ നോ, കടി തിന്ന് കഴിഞ്ഞിട്ട് 8:30യുടെ ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കുള്ളൂ. ഓട്ടോ ഇപ്പൊ നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് നമ്മൾ കടക്കണേണ്. ഇവയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സാധനമാണ് ഈ പാലും ഈ പാത്രം. ഈ പാത്രം ഞങ്ങൾ പൊന്നുപോലെ സൂക്ഷിച്ചു. പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാത്ത ഏക പാത്രം ഈ വീട്ടില്. അതെ, ഇതും ഇല്ല, ഇത് മാത്രമല്ല വേറെ ഒന്നും കൂടെ ഉണ്ട്, പുട്ടിന്റെ പാത്രം. പുട്ട് കാണാം, അത് ഞങ്ങൾ സൂക്ഷിച്ചു വെക്കും. ഈ 2 സാധനം ഞങ്ങൾ മെയിൻ ഫുഡ് സംഭവങ്ങളാണ്. അപ്പൊ നമുക്ക് ചായ ഉണ്ടാക്കാം. ഞങ്ങൾ ചായ ഉണ്ടാക്കണം എങ്ങനെയെന്ന് നിങ്ങൾ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ 3 രീതിയിലാണ് ചായ വെക്കുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും ഇഷ്ടം എന്റെ ചായ എന്നാണ് ഇവർ പറയേണ്ടത്. എന്നെ പറ്റിക്കാൻ എനിക്കറിയാം. എന്തായാലും നമുക്ക് ചായ വെക്കാം. നേരത്തെ ഞാൻ ഭയങ്കര പട്ടി ഷോർക്കായിരുന്നു, എനിക്ക് അളവൊക്കെ അറിയാന്ന് പറഞ്ഞ് പാലൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ ഇപ്പൊ എനിക്ക് ഇഷ്ടം ഇങ്ങനെ അളന്നിരിക്കാൻ. എന്നിട്ട് ഞാൻ വൃത്തിയായിട്ട് ചായ ഷോപ്പ് ചെയ്ത് തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി ഈ കാണിക്കുന്ന പരിപാടിയാണ് ഷോപ്പ്. അങ്ങനെ ഞാൻ ചായ അത് 2 ഗ്ലാസ് പാലൊഴിക്കും, പിന്നെ ഒരു 1/2 ഗ്ലാസ് കൂടെ ഒഴിക്കും. എന്നിട്ട് നമ്മളിത് ഇങ്ങോട്ട് എടുത്ത് വെക്കും. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ എടുക്കും. ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ മിക്സ് ചെയ്യും. ഇപ്പൊ നമ്മളിത് ഫുൾ നേരത്തെ ഞാനൊരു തരി വെള്ളം ചേർക്കില്ലായിരുന്നു ഗൈസ്. വെള്ളം ചേർക്കാത്ത ചായയാണ് ടേസ്റ്റ്. പക്ഷെ ടേസ്റ്റ് ആണ്, പക്ഷെ നമ്മൾ എടുക്കുന്ന ചായയുടെ ക്വാണ്ടിറ്റി കറക്റ്റ് 3 ഗ്ലാസ് കിട്ടില്ല. പാലിന് നല്ല കട്ടി ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ചായപ്പൊടി എടുക്കുമ്പോൾ എടുക്കുന്ന ഗ്ലാസിന്റെ ഒരു 1/2 ഗ്ലാസ് എന്തായാലും കുറയും. അപ്പൊ എനിക്ക് മനസ്സിലായി അമ്മിച്ച് എന്തുകൊണ്ടാണ് ആ വെള്ളം ചേർത്ത് ചായ ഉണ്ടാക്കണേന്ന്. പക്ഷെ ആ വെള്ളം ചേർത്ത് ചായ ഉണ്ടാക്കുമ്പോൾ ആ ചായക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. അപ്പൊ ഈ വെള്ളം ചേർക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എനിക്ക് തോന്നിക്കണമെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി തന്നെ ചായ 3 ഗ്ലാസ്സിലുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ചായ ഉണ്ടാക്കണത്. അങ്ങനെയാണ്. പിന്നെ ഞാൻ ചായപ്പൊടി ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കുറേ ആൾക്കാർ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ചായ തിളപ്പിക്കാൻ വെക്കുമ്പോൾ തന്നെ ചായപ്പൊടി ഇട്ട് വെക്കണവരുണ്ട്. അങ്ങനെ എന്നിട്ടുണ്ട്. ഇത് വേറെ ഉണ്ട്, കട്ടൻ ചായ വെച്ചിട്ട് പാല് സെപ്പറേറ്റ് വെക്കും, എന്നിട്ട് 2 കൂടെ മിക്സ് ചെയ്ത് ചായ ആ സമയത്ത് ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ചായകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാനൊരു വൃത്തിയായിട്ട് ചായ ഉണ്ടാക്കുമായിരുന്നു. പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞത് കുളമൊക്കെ ഉണ്ട്. ഈ ചായ തിളച്ച് കഴിയുമ്പോൾ തന്നെ നമ്മള് ചായപ്പൊടി ഇട്ട് വെക്കുമല്ലോ. അപ്പൊ തന്നെ ഈ ചായ തിളച്ച സെറ്റ് ആണെന്ന് നമ്മൾ മാറ്റണം. ബാക്കിയില്ലെങ്കിൽ ഈ ചായ ടേസ്റ്റ് മാറിക്കോ. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും പാല് വെക്കുമ്പോൾ തന്നെ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. 2 പാത്രങ്ങൾ ഇങ്ങനെ എടുത്ത് ഞാൻ വെക്കും. എന്നിട്ട് അരിപ്പ പാത്രം, ചായ അരിപ്പ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കും. എന്നിട്ട് 3 ഗ്ലാസ് സെറ്റ് ചെയ്ത് വെക്കും. 3 ഗ്ലാസ് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ എന്താ എടുത്ത് വെക്കണ്ട? ചായപ്പൊടി എടുത്തിട്ട് ഗൈസ് കുറച്ച് ഓസിയുടെ പ്രശ്നമുണ്ട്. കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ പഞ്ചസാര സെറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോഴും ഞാനൊരു സാധനം മറന്നു, ചായപ്പൊടി. നമ്മള് ചായപ്പൊടി എടുത്തു. ഏകദേശം ഇപ്പൊ പാല് തിളക്കണേലൊരു പാകമായി വരുന്നുണ്ട്. നമുക്കിത് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം. ആയിട്ടില്ല ഇപ്പം ഇടാൻ വേണ്ടിയിട്ട്. ഏകദേശം പുക വരുന്നുണ്ട്. പുക വരുമ്പോൾ ചായപ്പൊടി ഇട്ട് കൊടുക്കാനാണ് എൻ്റെ ഒരു അറിവ്. ഇതിലൊരു സ്പൂൺ ഫുൾ ഇടും. പിന്നെ ഇതിൻ്റെ ഒരു 1/2 സ്പൂൺ ഉള്ളു. കടുപ്പം ഒരുപാട് വേണ്ട ആൾക്കാർക്കുള്ള ചായ ഉണ്ട് ഇത്. കടുപ്പം ഒരുപാട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ ഒരിക്കലും 1.5 സ്പൂണൊന്നും ഇടരുത്. 1 സ്പൂൺ തന്നെ ധാരാളം ഒരിക്കും.
പിന്നെ എന്താ പറയാ നേരത്തെ ചായപ്പൊടി ഇടുന്ന ആളുകളാണെങ്കിൽ 1.5 സ്പൂൺ ഇടേണ്ട 1 സ്പൂൺ ഇട്ടാൽ മതി. ഇപ്പൊ വേഗം നമ്മൾ തിളക്കുമ്പോഴാണ് പാല് തിളക്കാൻ നേരത്താണ് ചായപ്പൊടി ഇടുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിലാണ് ചായയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഞാൻ പല രീതിയിൽ ചായ ഉണ്ടാക്കും, പക്ഷെ എന്റെ രീതി ഞങ്ങൾ കാണിച്ചു തരാം. ജസ്റ്റ് തീ ഞാൻ സ്ലോ ആക്കും. അതിനുശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് തീ കുറച്ച് കൊടുക്കും. സെറ്റായിട്ടില്ല ഗൈസ്. ഒന്നും കൂടെ തീ കത്തിക്കണം. പെട്ടെന്ന് തിളച്ചു വന്ന് ക്യാമറയും കൂടെ നോക്കി മുഖം കൊള്ളുപോയി. ആയിട്ടില്ല. ഈ ചായയുടെ കളർ ചേഞ്ച് ആകുമ്പോഴേ അത് കറക്റ്റ് പാകമാവുള്ളൂ. ഇതായിട്ടില്ല. എനിക്കത് ഇപ്പം 2-3 കുറേ വട്ടം ചായ ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഈ ചായയുടെ കളർ മാറുമ്പോഴാണ് ചായ കറക്റ്റാണ്. ഇപ്പം എനിക്ക് ഏകദേശം സ്മെല്ലും ഈ ചായയുടെ ഇതൊക്കെ വന്ന് കഴിയുമ്പോൾ മനസ്സിലാവാറുണ്ട്. അപ്പം അതിപ്പോൾ ഓൾമോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. ഓക്കെ ഗൈസ്, ഈ സാധനം ഞാൻ ഓഫ് ചെയ്തു. അപ്പം തന്നെ നമ്മൾ ഒരിത്തിരി നേരം പോലും ഈ പ്രൊസീജിയർ മാറ്റി വെക്കരുത്, വേറെ ഒന്നും എടുക്കാൻ പോയത്. അപ്പം തന്നെ നമ്മളിത് അഴിച്ചൊഴിച്ചില്ലെങ്കിൽ ചായയുടെ ടേസ്റ്റ് മാറിപ്പോകും. അത് നിങ്ങൾ കണ്ടോ, ഈ ഒരു കളറായിരിക്കും. നല്ല കടുപ്പുള്ള ചായയാണ്. ആൻഡ് ദെൻ നമ്മൾ ഇതിലിപ്പോൾ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അടിക്കണേ എന്തിനാണെന്ന് വെച്ചാൽ അമ്മച്ചി പഞ്ചസാര യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ആണ് ഇതിങ്ങനെ അടിക്കുന്നത്. അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടിട്ടാണെങ്കിൽ നമുക്കിത് അടിച്ചെടുക്കാം. അടിച്ചിട്ട് ഇങ്ങനെ പത വരുത്തിയില്ലെങ്കിൽ ഇച്ചായം കുടിക്കില്ല. പത കാണാം ഇച്ചായന്. അങ്ങനെ ചായ തികയാനപ്പോഴത്തേക്കും പത മാത്രം 1/2 ഗ്ലാസ് തന്നിട്ടുണ്ട് ഗൈസ്. നിനക്ക് പത വേണോ അല്ലേ? കാണിച്ചു തരാന്നൊക്കെ. അപ്പൊ കണ്ട, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ചായയില് 3/4 പതയായിട്ടുണ്ട്. ഇനി ഈ പത നമുക്ക് പത ആവശ്യമുള്ള ആളുകളിലേക്ക് പത മാത്രം എനിക്ക് ചായ കുടിക്കാം. അത് നമുക്ക് അമ്മച്ചിക്കുള്ള ചായ സെറ്റ് ചെയ്ത് വെക്കാം. ചായ ലവർ ഞാൻ കണ്ടിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് അനുഭവിച്ചത്. ജോ ചായ കുടിക്കാത്തൊരു വ്യക്തിയായിരുന്നു. അമ്മച്ചി ഇങ്ങനെ വേറെ എന്ത് കഴിച്ചില്ലെങ്കിൽ പറഞ്ഞു ചായ കുടിച്ചിട്ടില്ലേ. അതായത് ചായ എന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് അത് ഭയങ്കര ഒരു വികാരമാണ്. അതുപോലെ തന്നെ നമുക്കും ചായ ഉണ്ടാക്കി തരണം. ചായ കറക്റ്റ് സമയത്ത് കുടിക്കണം. ചൂടോടെ കുടിക്കാൻ വേണ്ടി. ഇപ്പൊ ഇവൻ പിള്ളേരെ കൂടെ ജസ്റ്റ് പിടിച്ച് അമ്മച്ചൊരു മിനിറ്റ് ഇപ്പൊ കുടിക്കാൻ ചായ കുടിച്ചില്ലേ അങ്ങനെ ചോദിച്ചോളാം. അപ്പൊ ചായ അത്ര ഇഷ്ടമുള്ള ഒരാൾ മനസ്സിലാവും. നമുക്ക് ഇവിടെ വന്ന് 2 ദിവസം നിങ്ങൾ മനസ്സിലാവും ചായ എന്താണ് ഇത്ര ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ ചായക്ക് നമ്മുടെ എല്ലാ ഡേ ഇൻ അവർ ലൈഫ് എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സാധനം ഇല്ലാണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലും കടന്നു പോയിട്ടുണ്ടാവില്ല. ഈവൻ സ്റ്റാർട്ടിങ് ടു മോർണിംഗ് ടു ഈവനിങ്. ഈവനിങ് അമ്മച്ചി മോർണിംഗ് 2 ചായ എന്തായാലും കുടിച്ചിട്ടുണ്ടാവും. 2 ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചിക്ക് മനസ്സിലാവും അമ്മച്ചിക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ചായയുടെ ഞങ്ങളുടെ ചായയുടെ സ്പെഷ്യാലിറ്റി. ഇവൻ ചായ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാവരും പൊതുവെ എങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മൾ പുറത്തു പോയാലും നമ്മുടെ ട്രിപ്പ് ബ്ലോഗ് എടുത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറെ എന്ത് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടാവില്ല. ചായ 3 മണി ചായ കിട്ടുമോ കറക്റ്റ് 4 മണി 3 മണിക്കുള്ളിൽ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടാവും. പിന്നെ എന്റെ ചായ ഇപ്പൊ വീട്ടിൽ ഇഷ്ടമല്ല. ഇവിടെ ഞങ്ങൾ ചായ വെച്ച് കുടിച്ച് ചായന് നല്ല മധുരം വേണം. എനിക്ക് മധുരം വേണം. ചായ റെഡി ആയിട്ടുണ്ട്. അതല്ലേ വേണ്ട നമുക്ക് പറയാം. എപ്പോഴും ട്രെയിൻ ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ നിറയെ പാത്രവും പാട്ടയും പാലും ചായയും. അപ്പൊ ഞാൻ അലമ്പലുണ്ട്. ചായ വേണോ സൂപ്പർ ചായയാണ് ഗൈസ്.
അപ്പം ഈവനിങ് ഒരു റൂട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ചായ കുടി, കടി കഴിക്കാം. ചില ആളുകളൊന്നും കടിയൊന്നും കഴിക്കാന്ന് വെച്ചാൽ ചായ മാത്രം കുടിച്ചിട്ട് നൈറ്റ് ഫുഡ് കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കടിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് ലൈഫിൽ ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞത് ആഫ്റ്റർ മാരേജ് ആണ്. ഞാൻ ഈ പഴംപൊരിയൊക്കെ ചൂടോളം പ്രഗ്നൻസി ടൈമിലായിരുന്നു ഞാനത് ഒരുപാട് കഴിച്ചു തുടങ്ങിയത് അല്ലേ. പിന്നെ ഭയങ്കര അഡിക്ഷൻ ആയി. നല്ല ചായ സാറ് ഈ ടൈമിൽ ഇപ്പോൾ അവൾ മോണിൽ തന്നെ കിടന്ന് പിന്നെ അവൾ ഉറങ്ങണമെങ്കിൽ ചില ദിവസങ്ങളിൽ 2 ഉറക്കം ഉണ്ടാകും. ഒരു ഈവനിങ് ഒരു 6:30 ആഫ്റ്റർ കുറച്ച് നേരം ഉറങ്ങും. പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പോൾ നൈറ്റ് അതുകൊണ്ട് എന്ന് വെച്ചാൽ നൈറ്റ് നേരത്തെ കിടന്ന് ഉറങ്ങിക്കോളും. നേരത്തെ 10 മണി കിടന്ന് ഉറങ്ങും. ഭയങ്കര അലമ്പാണ് ഇപ്പോൾ സാറ്. ഇന്നലെ ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഒരു വക ഞങ്ങളെ കൊണ്ട് പറയിച്ചിട്ടില്ല. വന്ന അലമ്പണായിരുന്നു അവൾ കിടന്നത്. ലാസ്റ്റ് അവൾ വീണുമില്ല. വീഴാൻ പോയി വീണില്ല. നമ്മൾ രണ്ടുപേരും വളരെ അവിചാരിതമായി ഒരേ കളർ ഡ്രസ്. ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ സെയിം ഡ്രസ് ഇല്ല ഗൈസ്, ഇന്ന് അറിയാണ്ട് എന്തൊട്ടു ഇതാണ്. ഒരിക്കലും ഇടാറില്ല, പറഞ്ഞിട്ട് പോലും ഇടാറില്ല. ഇല്ല, ഇട്ടിട്ടൊക്കെ ഉണ്ട്. ഗൈസ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് മറ്റേ നമ്മുടെ ഫസ്റ്റ് മീറ്റപ്പ് ലവ് സ്റ്റോറി പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. അല്ല പണ്ടൊന്നും അങ്ങനെയൊന്നും ഇപ്പൊ നമ്മള് വീഡിയോ ഒക്കെ ഒരു ഭംഗി ഉണ്ടാവില്ല, അതിന് വേണ്ടിട്ടൊക്കെയാണ്. പക്ഷെ ഇപ്പൊ ഇട്ടേക്കണം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ചുമ്മാ ഞാൻ വീട്ടിൽ ചെയ്തിട്ടുണ്ടോ വെച്ചാൽ എങ്ങനെയാണ് ഒരു തുണി മടക്കി വെക്കൂല, അലക്കുമില്ല. എന്നിട്ട് അവിടെ കിടക്കണ ഇവിടെ കിടക്കണ തുണി എടുത്തിട്ടുണ്ട് പോകുകയും സർ ഹായ് പറ. ഗൈസ് അപ്പൊ ഇനി വിശേഷം എന്ന് പറയണത് ചേച്ചി ഇപ്പൊ പോകും 5 മണിയാകുമ്പോ. അതായത് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുള്ള അത് വേറെ ഒന്നും വിളിച്ചാൽ ചേച്ചൻ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പിള്ളേരെ മാനേജ് ചെയ്തോളും. നിങ്ങൾക്ക് ഒരു ഈവനിങ് ടൈം മോർണിംഗ് ടൈം എന്നുള്ള അതിന്റെ മാതാവ് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര വയലന്റ് ആയിരിക്കും. ബിക്കോസ് ഇപ്പൊ ഒരാൾ ഉറങ്ങാത്തതുകൊണ്ട് ഇപ്പൊ എനിക്ക് അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റും. രണ്ടുപേരും ഉറങ്ങി എണീക്കണമെങ്കിൽ ഉണ്ടല്ലോ ഗൈസ്, രണ്ടിനും മൂഷാട്ടായിരിക്കും. രണ്ടിനും എന്താ പറയുക, ഒരു കാര്യം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാർട്ടൂൺ കാണിക്കാൻ പറ്റൂല, അവർക്ക് പാല് വേണമെന്ന് പറയും, വേണ്ടെന്ന് പറയും, ഉറങ്ങണമെന്ന് പറയും, ഉറങ്ങണ്ട. അങ്ങനെ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. പിന്നെ ഞങ്ങൾക്ക് അമ്മച്ചിക്ക് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. വട്ടം പിടിക്കുക. അമ്മച്ചി നിർമ്മൽ വരാറായില്ലേ വരാറായിട്ടില്ല, എന്നോണ്ട് 1/2 മണിക്കൂർ അമ്മച്ചി വന്ന ഞാൻ അടക്കളയിലായിരിക്കും. അമ്മച്ചി വന്നോ നമ്മളില്ല വന്നു ഇച്ചേ വന്നാണ് പിള്ളേരെ കൊടുത്തിട്ട് ഞാൻ വിളിക്കിച്ചേ എന്തായി കഴിഞ്ഞോ എത്താറായ വണ്ടി ഓടിക്കണൊക്കെ അപ്പൊ എടുത്ത് വിളിക്കുമ്പോ തന്നെ ജോ എവിടെയാണ് അപ്പൊ ചന്ദ്രേട്ടനാണെന്ന് ചോദിക്കും. അത് മൂവി ചില റിലേറ്റ് ആവില്ല. ചന്ദ്രേട്ടൻ എവിടെയാന്ന് പറഞ്ഞ മൂവിയില് മറ്റേ ആ ദിലീപിനെ വൈഫ് വിളിച്ചിട്ട് അനുശ്രീ വിളിച്ചിട്ട് ഇങ്ങനെ ചന്ദ്രേട്ടൻ എവിടെയാന്നെങ്കിൽ ആ സീനായിരിക്കും. ചെനെത്താറായ എത്താറായി. അപ്പൊ അല്ലെങ്കിൽ ചായ ഇങ്ങനെ ചോദിക്കും ചന്ദ്രേട്ടൻ എവിടെയാണോ എന്ന് ചോദിക്കും. കാരണം കാര്യം പറയാനല്ലായിരിക്കും, ഒന്നും പറയാനൊന്നായിരിക്കില്ല. എവിടെയാണ് എത്താറായോ എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമാണ്. ആ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ടൈം വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നുള്ള വിശേഷം. ഇനി അങ്ങോട്ട് ഒരു 5 o'clock to 8:30 വരെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. വിശേഷങ്ങളൊന്നുമില്ല. നമ്മള് ഞാൻ ഇപ്പൊ പോകും 4:30 5 മണിയാകുമ്പോ ഞാൻ ഇറങ്ങും. 5 ആകുമ്പോഴത്തേക്കും എനിക്ക് അവിടെ എത്തണം ഗൈസ്. നമ്മളൊരു ഈവനിങ് റൂട്ടീൻ മീൻസ് ഇപ്പൊ ജസ്റ്റ് ഒരു കുഞ്ഞൊരു ഈവനിങ് റൂട്ടീൻ. എങ്ങനെയാണ് ഞങ്ങൾ വൈകുന്നേരം കിടന്നത് ഡയമണ്ട് ലൈഫ് എടുക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഈവനിങ് ഡേ ഇൻ അവർ ലൈഫ് അതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ഇത് ഇച്ചാൻ വന്നിട്ടൊന്നുമില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത്. ഫസ്റ്റ് ആണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് പ്ലസ് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോസ് വേഗം നിങ്ങൾക്ക് എത്തും. തുടങ്ങി. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നതിന് ബൈ.